ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ ടൂറിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ലാസ്റ്റ് ഡേ എല്ലാവർക്കും ഓരോ വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ വിഷമങ്ങൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഈ വീഡിയോ എടുക്കുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും ആ വിഷമം എനിക്കുണ്ട്. കാരണം നമ്മുടെ കോളേജിൻ്റെ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകത അല്ലേ. അപ്പോൾ നിങ്ങളെന്തായാലും വ്ളോഗ് കണ്ടിട്ട് വാട്ടോ. ഹായ് ഗൈസ്, ഇന്ന് രാവിലെ എണീറ്റു, ഡ്രസ്സൊക്കെ മാറി പിന്നെ ഫുഡ് കഴിച്ചു, ഡ്രസ്സ് മാറി വന്നു. ഞങ്ങളെല്ലാവരും എത്തിക്കാണ്, ചുരിദാറാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ പുറത്തു പോവാണ്, ജോധ്പൂർ കറങ്ങാൻ പോവാണ്. രാവിലെ ആ തിരക്കിനിടയിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആലു പൊറോട്ട, പിന്നെ പോഹ, പിന്നെ കോഫി ഉണ്ടേനി, മസാല ചായ ഉണ്ടേനി, ഉപ്പുമാവാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉപ്പുമാവ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ മാറ്റി ഇവിടെ വന്ന് ഇരിക്കുകയാണ്. ഇത് ചെക്കൗട്ട് ചെയ്യണം, റൂം ചെക്കൗട്ട് ചെയ്യണം, അതിനുവേണ്ടി വന്ന് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജോധ്പൂർ കറങ്ങാൻ പോകും. ഇവിടെ കുറച്ച് തണുപ്പിന് ഇവിടെ നല്ല തണുപ്പിന് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ബൈയേ ഗായ്സ്, ഞങ്ങളങ്ങനെ എവിടെ പോണേ? ഞങ്ങൾ ജോധ്പൂർ കറങ്ങാൻ പോകട്ടോ. കണ്ടാൽ പോകണം. എല്ലാം സെറ്റായിട്ട് ഞങ്ങൾ നടന്നു പോവാണ്. നടക്കാനുള്ള ദൂരമുള്ളതെന്ന് തോന്നുന്നു. നടന്നു പോവാണ് ഗായ്സ്. തണുപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ ഞങ്ങൾക്ക് തണുപ്പ് അധികം ഇല്ലായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ജാക്കറ്റ് എടുത്തില്ല. അതെ, മരുവെച്ച് നടക്കുക, തണുപ്പ് സഹിച്ച് നടക്കുക. ഞാൻ അവിടെ എത്തിയിട്ട് വരാം. ഇവിടെയാണ് നമ്മൾ പോണത്. കാണാവോ? ഞങ്ങളൊരു സ്ഥലത്തെത്തി ഗായ്സ്. നല്ല തണുപ്പ്, നേരത്തെ തണുപ്പ് കുറവെന്ന് പറഞ്ഞു. നല്ല വലിപ്പുണ്ട് കേട്ടോ. വീഡിയോ കാണുന്നില്ലെന്നു. ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെയാട്ടോ. അവിടെ ചെണ്ട എന്തോ കൊട്ടുന്നുണ്ട്, അതിൻ്റെ ശബ്ദം. സ്റ്റെപ്പ് തീരുന്നില്ലല്ലോ. ഇതൊക്കെ രാജാക്കന്മാരിരുന്ന സാധനമാണ് അല്ലേ? ഇതിലല്ലേ രാജാക്കന്മാരെ കൊണ്ടുവരുന്ന? അതാണ് പട്ടാഭിഷേകത്തിന് കൊണ്ടുവരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇതിലൊന്നുമില്ല തോന്നുന്നു. കണ്ടോ, രാജാവ് റാജ്ഞീനൊക്കെ കൊണ്ടുവരില്ലേ നമ്മൾ സിനിമയിൽ കാണുന്നത് പോലത്തെ സാധനം. ഞാനിങ്ങനെ ഉള്ള അന്നത്തെ കാലത്തുള്ള എന്താ ചിത്രങ്ങളൊക്കെയാണ്. രാജാക്കന്മാർ നമ്മൾ നേരത്തെ കണ്ട സാധനങ്ങളില്ല, അതുപോലത്തെ രാജാക്കന്മാരെ പട്ടാഭിഷേകത്തിന് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ റാണീനെ അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോകുന്ന. പിടിക്കാൻ ഭടന്മാരുണ്ടാവും. അതിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ. ഉണ്ടോ? പിന്നെ ഇത് രാജാവിനെ കൊണ്ടുപോകുന്നതാണെന്ന് തോന്നുന്നു. അത് ഇതേപോലെ ഉണ്ട്. പാലക്കി എന്നാണ് പറയുന്നത്. സോറി ഗൈസ്, പാൽക്കി എന്നാണ് കേട്ടോ. जो आज के समय में अपन गेट कहते हैं, तो वो इन गेट की प्रोटेक्शन करते हैं।
ഗൈസ് ഇത് മ്യൂസിയമാണ്, മ്യൂസിയം. വാവ്, ഇതിലെ കൊത്തുപണികളൊക്കെ കാണാൻ സൂപ്പറാണ് കേട്ടോ. ഇത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വാളാണ് കേട്ടോ. വാള് 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 വാൾ. പല്ലക്ക്, വലിയ പല്ലക്കാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വെളിച്ചം കാരണം കാണുന്നില്ല. അതൊരു സ്വർണ്ണ കളറുമായിട്ടുള്ളതാണ്. ഇതന്ന് ഉപയോഗിച്ച സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. രാജാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സാണെന്ന് തോന്നുന്നു. തോക്കാട്ടത്. നോക്ക് ഗൈസ്, മുകളിലോട്ടേക്ക് ഈ പടികൾ മ്യൂസിയത്തിൻ്റെ പടികളാണ്. മ്യൂസിയത്തിൻ്റെ മുകളിലോട്ടേക്ക് പോകാനുള്ള പടികളാണ് കേട്ടോ. വീഡിയോ മുകളിലടക്കം ഇത് കുട്ടികളുടെ ആണെന്ന് തോന്നുന്നു. മക്കളുടെ, രാജാവിൻ്റെ മക്കളുടെ ഒക്കെയാണെന്ന് തോന്നുന്നു. ഇതപ്പുരാണ് ഇവര് കിടക്കുന്നയും ഇരിക്കുന്നയും മുറിയാണെന്ന് തോന്നുന്നു കേട്ടോ. മോളതാ ജിംഗിൾ ബെൽസ് ഒക്കെ തൂങ്ങുന്ന. ഇതാണ് ബ്ലൂ സിറ്റി. കണ്ടോ ഗൈസ്, ഫുൾ ബ്ലൂ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബ്ലൂ കാണുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ. എൻ്റെ ഫോണെങ്ങാനും താഴെ വീണ്ടാൽ ഞാൻ പോകും. വ്ലോഗ് ഉണ്ട്. ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. നമ്മൾ സ്ഥലം എത്തി. നേരത്തെ നമ്മൾ കണ്ടില്ലേ, അതേ സ്ഥലത്ത് ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഇവിടേക്കാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, അങ്ങ് കണ്ടോ വൈറ്റ് കളറുള്ള കൊട്ടാരം. വാവ്, നല്ല രസമുണ്ട്. വൃന്ദാവൻ ഗാർഡനിലൊക്കെ പോയിനോ അവിടെ മൈസൂര്? അവിടെ പോയില്ലേ കാണാൻ? അവിടെ നിന്ന് പിന്നെ കുറേ റീലെടുത്തു. എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ. വൈറ്റ് കളറുള്ള ബിൽഡിങ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാവേ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡിൻ്റെ വ്ളോഗൊന്നും ഞാൻ എടുത്തില്ല, കാരണം സ്ഥിരം കഴിക്കുന്ന ചപ്പാത്തിയും പനീറും കോളിഫ്ലവറും തന്നെയായിരുന്നു അന്ന് കേട്ടോ. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഞങ്ങൾ. ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അടിപൊളി സ്ഥലം. ഇപ്പോഴും ആ രാജാക്കന്മാരെ ഫാമിലി താമസിക്കുന്നത്. അതിനോട് തന്നെ ഇവിടെ 2-3 സ്ഥലം മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും രാജാക്കന്മാരോട് താമസിക്കുന്നുണ്ട്. അന്ന് അവിടെ പണിത രാജാക്കന്മാരെ ഓ ഐ സി. നമ്മൾ നേരത്തെ കണ്ട ഡെസ്റ്റിനേഷനിലുള്ള രാജാക്കന്മാരൊക്കെ താമസിക്കുന്ന ഇവിടെയാണ്. അതുകൊണ്ട് നമുക്ക് 2-3 സ്ഥലങ്ങളൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഒട്ടകമൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കോട്ടകളൊക്കെ പിടിച്ചുകൊണ്ട് ഇവരൊക്കെ നിൽപ്പുണ്ട്. അത് കാണാവോ? കണ്ടോ ഗൈസ്? അവിടെ രാജകുമാരന്മാർ വരുന്നുണ്ട്. ഒരു രാജകുമാരൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒക്കെ നിർത്തിയിട്ടേക്കുന്നവര്. പുലി പക്ഷെ ഒറിജിനൽ അല്ല കേട്ടോ.
ഇത് ഒറിജിനൽ സാധനമാണ് കേട്ടോ, അവർ ഇതാക്കി വെച്ചതാണ്. ആ മണ്ണെണ്ണ വിളക്കില്ലേ ഇങ്ങനെ ഇതിലിങ്ങനെ കത്തിച്ച് വെച്ചിരിക്കുന്ന സൈഡിൽ കണ്ടോ, അതാട്ടോ ഇത്. ഇങ്ങനെയാണ് രാജാക്കന്മാരുടെ ടേബിളിരിക്കുക. സൂപ്പർ ഗൈസ്. ടേബിളിൽ പലതരം ഇത് വൈന് കുടിക്കാനുള്ളത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. വൈൻ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടോ, വൈൻ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ബുക്കിൻ്റെ ഉണ്ട് അവിടെ. ഫുഡ് കഴിക്കുമ്പോൾ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് CD വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു സാധനമില്ലേ, പഴയ കാലത്ത് ഉണ്ടായിരുന്നത് അതാണ് കേട്ടത്. ഇത് അവരുപേക്ഷിക്കുന്ന ചീപ്പുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അടിപൊളിയാണ് കേട്ടോ ചീപ്പൊക്കെ. ഇതാണ് ചീപ്പിൻ്റെ മുന്നിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാണുന്നില്ലല്ലേ? ഓക്കെ. ये एक्चुअल अपना बोर्ड रूम है। आपको फर्स्ट फ्लोर मैंने आपको दिस इज स्पोर्ट रूम। वो दीवार ने आप सिर्फ पेंटिंग करना, लेकिन लुक सारा जैसे इसमें अगर रावण का इन्होंने एक फेस दिखाया, अगर 10 बनाते तो ഇതൊക്കെ സ്വർണ്ണ, बाहर की तरफ जैसा 10 बनाते। ഇതൊക്കെ സ്വർണ്ണ എന്നാട്ടാ പറയുന്നത് സാറിനോട്. ഇതിൻ്റെ മോഡലാണെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ പൂട്ട രാജകുമാരൻ വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ തിരികെ പോവാണ്. ഞങ്ങൾ കാണിക്കാം. സോറി, ഐ എം വെരി വെരി സോറി. അമ്മക്ക ഞങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങി ഗൈസ്. ഇനി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവുകയാണ്. ഇനി ഷോപ്പിങ്ങിന് പോവാണ് ഞങ്ങൾ. ഇവിടെ ഞങ്ങൾ നിലത്തുനിന്നൊരു കല്ലെടുത്തായിരുന്നു. ആ കല്ലിൻ്റെ അതേ കളറും അതേ ഇതുമാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ കല്ലുകൾക്കൊക്കെ ഭയങ്കര പ്രത്യേകത കേട്ടോ. എല്ലാ ബിൽഡിങ്ങിനും ഒരേ കളറാണ് കേട്ടോ. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ്. ഒക്കെ മാറ്റി ഷോപ്പിങ്ങിന് പോവാണ് ഗായ്സ്. ഷോപ്പിങ്ങിന് പോവുകയാണ് ഗായ്സ്. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വരാവേ, കാരണം ഇവിടെ നല്ല തിരക്കാണ്. വണ്ടികളൊക്കെ ഒന്ന് നമ്മളുടെ നാട്ടിലുള്ള പോലെയല്ല. വണ്ടികളൊക്കെ എപ്പോഴും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ നടക്കുന്നത് പോലും അവർ മനസ്സിലാക്കില്ല. ഇടയിൽ കൂടെ ഒക്കെ കയറിയ വണ്ടി വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി ഇടിക്കാൻ വരുമോ, അങ്ങനെയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് കാണാവേ. കുഞ്ഞുങ്ങളുടെ ചെരുപ്പ് കണ്ടോ ഗൈസ്, നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. കുഞ്ഞു പിള്ളേരുടെ ചെരുപ്പുകൾ ഗൈസ്. ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കമ്മലുകളുള്ളതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. നല്ല സ്വീറ്റ്സ്, രാജസ്ഥാനിയിലെ വെറൈറ്റി സ്വീറ്റ്സ് ആണ് കേട്ടോ. ഇനി ഇത് വീട്ടിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം, കാരണം അവിടെ നല്ല തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വണ്ടീൻ്റെ പ്രശ്നങ്ങളൊക്കെ. നമുക്ക് നടന്നാൽ പോലും, നമ്മൾ സൈഡിൽ കൂടെ നടന്നാൽ പോലും നമ്മൾ ഇടിക്കാനുള്ള സൈസിലാണ് ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല പൈസ കുറവുള്ള കമ്മലുകളാണ് സാധനങ്ങൾ. ഇവിടെ വണ്ടികൾ നമ്മൾ സൈഡിൽ നിന്നാൽ പോലും വണ്ടികൾ നമ്മളെ തെറിപ്പിച്ച് പോകും. അമ്മാതിരി ലൈസൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു. അത്രയ്ക്കും കഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ സൈഡിൽ കൂടെ നടന്നു പോയാലും കാലിന് മുകളിൽ കൂടെ കയറി പോകാൻ വേഗത്തിലായിരിക്കും ഞങ്ങളുടെ അടുത്തേക്ക് വണ്ടി വരിക. അതുകൊണ്ട് അത്രയ്ക്ക് മൂലയ്ക്ക് വന്നാൽ നമുക്ക് ജീവൻ രക്ഷിക്കാം. അങ്ങനെ ഞങ്ങൾ ആ ട്രിപ്പ് കഴിഞ്ഞു. പോകാനുള്ള അവസാന ദിവസം കഴിഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. സ്ഥിരമുള്ള ഫുഡായതുകൊണ്ടാണ് കേട്ടോ വ്ളോഗ് എടുക്കേണ്ടത്. ഓക്കെ, ഞങ്ങൾ ബസ്സിൽ കയറി ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. 11:30-ക്കാണ് ട്രെയിൻ. 1.5 ദിവസം കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിലെത്തും. എന്ന് വെച്ചാൽ മറ്റന്നാൾ 16-ാം തീയതി രാവിലെ ഒരു 10 മണിയൊക്കെ എത്തുമായിരിക്കില്ലേ. 10 മണിയൊക്കെ ആകുമ്പോഴെത്തും. അങ്ങനെ പോവാണ് കേട്ടോ. ബൈ. ഇപ്പം ട്രിപ്പ് അവസാനിച്ച് ഗൈസ്. നമ്മളിപ്പോൾ ട്രെയിനിലാണ്. ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോകണം. ഞങ്ങൾ ഗോവൻ്റെ അവിടെ അല്ലേ, ഗോവൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു.
കുറേ കാലത്തിന് ശേഷം എന്ന് വെച്ചാൽ കുറേ എന്ന് പറഞ്ഞാൽ ഒരു 6 ദിവസത്തിന് ശേഷം അല്ലേ 6 ദിവസത്തിന് ശേഷം നമ്മൾ നമ്മുടെ ചോറും സാമ്പാറും പപ്പടം ഒക്കെ കഴിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് ചോറ്, നമ്മുടെ സാധാ ചോറ് ഗൈസ്. ചോറ്, പിന്നെ സാമ്പാറുണ്ട്, പിന്നെ പപ്പടം ഉണ്ട്. ഇതൊക്കെ എന്താ കറിയെന്ന് തുറന്നു നോക്കിയിട്ട് കാണിച്ചു തരാവേ. അഭിപ്രായം പറയൂ എങ്ങനെയുണ്ട് ഫീലിങ്സ്? കാരണം അവിടുത്തെ പപ്പടത്തിനൊക്കെ വേറെ എന്തോ ഒരു പറയുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. അപ്പോൾ ഞങ്ങളിത് കഴിച്ചിട്ട് വരാം. ഇവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്, എല്ലാവരും കഴിക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഞങ്ങളിത് കഴിച്ചിട്ട് വരാം. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ കേരള ഫുഡൊക്കെ കഴിച്ചു. നല്ല സുഖമുണ്ടോ? ഇത്രയും ദിവസം കഴിച്ച് അടിപൊളി. എന്താ പറയുക, വയറിന് സന്തോഷം കിട്ടുന്നതൊക്കെ പറയാം. അതുപോലെ അതെ, ഞങ്ങൾക്ക് സങ്കടം വരുന്നത്. കാരണം നാളെ ഞങ്ങൾ വീട്ടിലെത്തും. ഇത്ര ദിവസത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് സങ്കടം വരുന്നത്. എന്താണെങ്കിലും നടക്കണ്ടാക്കിയല്ലേ നടക്കുന്നത്. കാര്യമില്ല. ഹലോ ഗൈസ്, ടൂറ് നല്ല റിസൾട്ടായിരുന്നു. എൻ്റെ പേര് ആദിത്യ, തേർഡ് പഠിക്കുന്നു. ഫസ്റ്റ് നമ്മൾ അഹമ്മദാബാദ് പോകുക. അവിടെ നല്ല അടിപൊളിയായിരുന്നു. അവിടെ വളരെ നല്ലൊരു ടൂറായിരുന്നു. പറയൂ, എങ്ങനെയുണ്ടായിരുന്നു തന്റെ ട്രിപ്പ്? ഹലോ ഗായ്സ്, ഇന്ന് ട്രിപ്പ് ചെയ്യുമ്പോൾ അടിപൊളിയായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇതിൻ്റെ സൗണ്ടൊക്കെ പോയത്. അതുകൊണ്ട് നല്ല 7 ദിവസം നീണ്ടു നിൽക്കുന്ന അത്യുത്തരമായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. നമ്മൾ തണുപ്പായിട്ട് അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു ടൂറ്. ഞാൻ രാജസ്ഥാനും പിന്നെ ഗുജറാത്ത് തന്നെ പോയത്. അതിന് രാജസ്ഥാനിൽ ഭയങ്കര തണുപ്പിന്, തണുപ്പറിന് ഒടുക്കത്തെ തണുപ്പിന്, സഹിക്കാൻ പറ്റുന്ന തണുപ്പിന്. ഫുഡ് ഭയങ്കര മോശമായിരുന്നു. ഗുജറാത്തിലും രാജസ്ഥാനിലാണ് ഞങ്ങൾ പോയത്. അതിൽ രാജസ്ഥാനിൽ ഭയങ്കര തണുപ്പേരി. ജയ്സൽമീറും ജോധ്പൂരുമാണ് പോയത്. രണ്ടും നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചപ്പാത്തി അടിപൊളിയേരി, ബാക്കിയൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അവിടെ ഫുള്ള് പനീർ വെച്ചിട്ടുള്ള കറികളാണ്. ടൂറ് പെട്ടെന്ന് കഴിഞ്ഞു പോയി. എല്ലാം പെട്ടെന്ന് ഹോട്ടലിൽ നിന്ന ഡേയും പിന്നെ മറ്റേ ടെൻറ്റിൽ നിന്ന ഡേയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡേ ആയിരുന്നു. മൊത്തത്തിൽ അടിപൊളി, ഇനി പെട്ടെന്ന് കഴിഞ്ഞു പോയി. പിന്നെ ഗുജറാത്ത് രാജസ്ഥാനിൽ വെച്ച് നോക്കുമ്പോൾ രാജസ്ഥാനിലെ ആളുകൾ അടിപൊളി, ഭയങ്കര സ്വീകരണമാണ്. പിന്നെ ഫുഡ് ഗുജറാത്തിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി രാജസ്ഥാനിൽ ബെറ്റർ ആയിരുന്നു. പിന്നെ ഷോപ്പിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ രാജസ്ഥാനിലും നമ്മുടെ നാട്ടിലും സെയിം റേറ്റ് ആണ്. ഗൈസ്, ഞങ്ങളങ്ങനെ കോഴിക്കോട് എത്തിയിരിക്കുന്നു. എല്ലാവരും ഭയങ്കര കരച്ചിലാണ് കേട്ടോ. പോയി എല്ലാവരും ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. എല്ലാവരും ഭയങ്കര കരച്ചിലാണ്. ഞങ്ങളുടെ സാറ് വരെ കരഞ്ഞു പോയി. ബൈ ഗൈസ്, ലെറ്റ് കൊടുക്കും.